ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കട്ടി പായസത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു പായസം ഉണ്ടാക്കി എടുക്കാനായിട്ട് തേങ്ങാപ്പാൽ, പശുവും പാൽ, പാക്കറ്റ് പാൽ ഒന്നും തന്നെ വേണ്ട കേട്ടോ. പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കാനൊക്കെ തോന്നിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പോളം നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകിയെടുക്കാം. അതിനുശേഷം ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. ഇനി ഇതൊരു 10 മിനിറ്റോളം മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 200 ഗ്രാം അളവിൽ ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശർക്കരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മധുരമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലോണം തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നല്ലോണം തന്നെ ചൂടായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വറ്റിയിട്ടൊക്കെ പോകും. അപ്പോൾ ഈ ഒരു ഗോതമ്പ് വെന്തോന്ന് നോക്കണം കേട്ടോ. ഗോതമ്പ് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാൻ. ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ട് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നുറുക്ക് ഗോതമ്പ് വെന്ത് വന്നതിന് ശേഷം വേണം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഈ ഒരു ഗോതമ്പ് ഇങ്ങനെ കടിക്കും, അതിങ്ങനെ വേവാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു 2-3 ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുക്കുന്ന കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഇത് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി എടുക്കണതല്ലേ. അപ്പോൾ ആ ഒരു ശർക്കരയുടെ കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കണത്. ഇനി ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ അരിപ്പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും. നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഇഷ്ടമാവും കേട്ടോ നിങ്ങൾക്കിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ അത് അരിച്ച് വെച്ചതിന് ശേഷം എടുത്ത് വെക്കാൻ പറഞ്ഞില്ല. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ശർക്കരപ്പാനി മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അതിപ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസായിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ ഈ ഒരു പായസം കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു നുറുക്ക് ഗോതമ്പിൽ മധുരമൊക്കെ പിടിക്കണമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് നേരം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് മാത്രം നെയ്യ് ചേർക്കാം കേട്ടോ. പിന്നെ തീരെ നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കണ്ട. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ തിക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയിൽ വേണം ഈ ഒരു പായസം റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ സാധാ മുന്തിരി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കണത്. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കണമെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കട്ടി പായസമാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.